ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ചർച്ചയിൽ CPM പ്രതിനിധി ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, K ഷാജി മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശങ്കുട്ടി ദാസിലേക്ക് പോകുന്നു. ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം കണ്ടല്ലോ. ഈ പീഠം മനഃപൂർവ്വം ഒളിപ്പിക്കുന്നു, അയ്യപ്പ സംഗമത്തിന്റെ ആ പരിപാടിയുടെ മാറ്റു കുറയ്ക്കാനുള്ള നടപടിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിലൊരു ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് BJP കാണുന്നത്? നോക്കൂ, ഈ സെപ്റ്റംബർ 22-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി നടന്നിട്ടുള്ള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാദം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ബോധപൂർവ്വം മറച്ചു വെക്കുന്ന ഒരു സംഗതി, ഈ പീഠം കാണാതായത് 2019-ലാണ്. 6 വർഷമായിട്ട് കാണാതായിട്ടുള്ള പീഠം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പുറത്തു വന്നിട്ടുള്ളത് ശരിയായിട്ടുള്ള പീഠമാണോ എന്നുള്ളത് മറ്റൊരു വലിയ ചർച്ചയുടെ വിഷയമാണ്. ഏതായാലും ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന എപ്പോഴാണ്? സെപ്റ്റംബർ 17-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് ഒരു വിധി പറഞ്ഞു. ആ വിധി പറയാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? ഇപ്പോൾ ശബരിമലയിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുമ്പിൽ ഒരു വിഷയം വന്ന സമയത്ത് അത് അനുമതിയില്ലാതെ കൊണ്ടുപോയിട്ടുള്ള നടപടി തെറ്റാണ്, അടിയന്തരമായിട്ട് സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കാൻ സാധിക്കില്ല, അത് ഇതിനോടൊക്കെ ഒരുക്കി കഴിഞ്ഞു എന്ന് പറയുന്നൊരു വിചിത്രമായിട്ടുള്ള സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറെ കോടതി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 മുതലുള്ള രേഖകൾ സമാഹരിച്ച് അത് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ 2019 നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടൊരു ക്രമക്കേട് യാദൃശ്ചികമായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ്? 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയെ ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. 1999, അതായത് 20 വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുകളുണ്ട്, അതുകൊണ്ട് റീപ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങോട്ടൊരു അപേക്ഷ സമർപ്പിക്കുകയും ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വന്തം ചെലവിൽ ഞാൻ തന്നെ സ്വർണം പൂശി തരാം എന്ന് ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ ശരിവെച്ചുകൊണ്ട് 2 ദിവസങ്ങളിലായിട്ട്, ആദ്യത്തെ ദിവസം ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ മുഴുവൻ 24.5 കിലോയോളം തൂക്കം വരുന്ന സ്വർണ്ണപ്പാളികളും, രണ്ടാമത്തെ ദിവസം 2 പീഠങ്ങളും ഇയാളെ ഏൽപ്പിക്കുകയും ഈ സ്വകാര്യ വ്യക്തി ഇത് സ്വന്തം നിലയിൽ ചെന്നൈയിലുള്ള എന്താണ് ഒരു ക്രാഫ്റ്റ് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഏൽപ്പിച്ചതിന്, അതായത് 2019 ജൂലൈ 20-ാം തീയതി ഇയാളെ ഏൽപ്പിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം 2019 ഓഗസ്റ്റ് 19-ാം തീയതി മാത്രമാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഈ സമയത്ത് അവിടെ തൂക്കി നോക്കുന്ന സമയത്ത് 4.5 കിലോന്റെ വ്യത്യാസം കാണുകയാണ്. അതിനുശേഷം റീപ്ലേറ്റ് ചെയ്തതിന് ശേഷം പോലും 4.25 കിലോന്റെ വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇത് മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വീണ്ടും അതിൻ്റെ അളവ് എടുക്കുകയോ അത് തൂക്കി നോക്കുകയോ ചെയ്തിട്ടില്ല. അവിടെ ഇദ്ദേഹം കൊണ്ടുപോയിട്ടുള്ള ഗോൾഡൻ പ്ലേറ്റുകൾ തന്നെയാണോ അവിടെ ഈ ചെന്നൈയിലുള്ള സ്ഥാപനത്തിൽ എത്തിയത്? ഈ റീപ്ലേറ്റ് ചെയ്ത സമയത്ത് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ പറയുന്നു, ഇതിന്റെ കൂടെ പീഠവും ഉണ്ടായിരുന്നു, ആ പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാവും, അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കം ശരിയാവുമെന്ന് പറയുന്നു. 10 ദിവസമായിട്ട് ഈ പീഠത്തിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുത്ത സിറ്റിങ്ങിന് വരുന്നതിന്റെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ പീഠങ്ങൾ കണ്ടെടുക്കപ്പെടുകയാണ്. ഇപ്പൊ പറയുന്നത് ഈ വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ക്രമക്കേടാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്തുള്ള ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള സ്വർണ്ണപ്പാളികൾ സ്വന്തം നിലയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുക? ഇദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡല്ലേ? അവിടെ കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇയാളെ ഏൽപ്പിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം നിലയിൽ ഏതാണ്ട് 42.5 കിലോ സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ദേവസ്വം ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തെ അനുഗമിക്കുന്നില്ല. അവിടെ ചെന്ന സമയത്ത് തൂക്കി നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് 4.5 കിലോന്റെ വ്യത്യാസം വരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുവിട്ടിട്ടുള്ള സാധനം തന്നെയാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല. 1 മാസം 9 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിക്കുന്നത്. ഇത് മടക്കി കൊണ്ടുവന്ന സമയത്ത് തൂക്കി നോക്കുന്നില്ല. ഇത് സ്ട്രോങ് റൂമിലാണോ ഇതിന്റെ പീഠമുള്ളത് എന്നുള്ള കാര്യം 6 കൊല്ലമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടതിനെ തുടർന്നിട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് വിജിലൻസ് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്, അയാൾക്ക് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുത്തത് ഇവിടെ ദേവസ്വം ബോർഡല്ലേ? ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? BJPയുടെ ആരോപണം എന്താണ്? അതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമുള്ള ലാഭം എന്താണ്? ഈ കാണാതായ നഷ്ടപ്പെട്ടു പോയ 4.5 കിലോയിൽ ഒരു വിഹിതം കിട്ടി എന്നാണോ? അതാണോ നിങ്ങളുടെ ആരോപണം?
തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേട് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്നെയാണോ അവിടെ എത്തിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സെപ്റ്റംബർ 17 ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നു, ദർ ഇസ് എ ചാൻസ് ഫോർ എ സസ്പീഷൻ ദാറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റുകളല്ല അവിടെ എത്തിയതെന്ന് ന്യായമായി അനുമാനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ വ്യക്തി പർപ്പോർട്ടഡ് ആസ് എ സ്പോൺസർ ആണെന്ന ഭാവേന വന്നിട്ടുള്ള ഈ വ്യക്തിയുടെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഈ കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തവും കൂടി അന്വേഷിക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുവെക്കാൻ പാടില്ല. ഇത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് SP വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കോടതിയെ മാത്രം ബോധ്യപ്പെടുത്തണം. ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ശിക്ഷാ നടപടി വേണം. അപ്പോൾ വളരെ ലാഘവത്തോടുകൂടി ഉത്തരവാദിത്വ രഹിതത്തോടുകൂടി അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്തതും അത് നഷ്ടപ്പെടാൻ തക്കവണ്ണുള്ള സാഹചര്യം സൃഷ്ടിച്ചതും ആരുടെ ഗൂഢാലോചനയാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഇത് ഭക്തസമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നിയമത്തിന് മേൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ മാറ്റ് കുറയ്ക്കാനുള്ള ഗൂഢാലോചന നടന്നു. അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോൾ ദേവസ്വം മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോടതിയുടെ പരാമർശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അയ്യപ്പ സംഘവും ഇതും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക എന്നൊരു ചോദ്യം. അവിടെ നിന്ന് സ്വർണ്ണപ്പാളിയുടെ മാറ്റ് കുറയുമ്പോൾ അതിൻ്റെ മിനുക്കം കൂട്ടാൻ വേണ്ടി ഈ സ്പോൺസറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സ്പോൺസറുടെ കയ്യിൽ തന്നെ പീഠവും ഏൽപ്പിക്കുന്നു. ഇത് തിരിച്ചു വരുമ്പോൾ, അത് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ആരും അനുഗമിച്ചില്ല, കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തൂക്കം പരിശോധിച്ചില്ല. ഇതൊക്കെ ആരുടെ വീഴ്ചയാണ്? ഇന്ന് കോടതി കൂടി പറഞ്ഞ കാര്യമാണ്. കോടതിയിൽ നിന്നടക്കം വിമർശനങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായി ആരോപിക്കുക? അതിനുള്ള തെളിവുകൾ എന്താണ് ഡോക്ടർ PK ഗോപൻ? അല്ല, എല്ലാ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ കാണുന്ന ആവേശവും അങ്കലാപ്പും ആണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വരുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വിരളി പൂണ്ടുപോയ നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികളും ചില സംഘടനകളുമൊക്കെ അവരെ ആശ്രയമായിട്ട് കരുതിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ദ്വാരപാലക പീഠം കാണുന്നില്ല എന്നുള്ള പ്രശ്നവും അതുവഴി സ്വർണത്തിൻ്റെ തൂക്കം കുറഞ്ഞു എന്നുള്ള ആക്ഷേപവും വെച്ചുകൊണ്ട് കേരളത്തിൽ ക്രെഡിബിലിറ്റി ഇല്ലാതെ പോകുന്ന പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ സ്വർണം അടിച്ചു മാറ്റിയാണ്, ഈ വാക്കാണ് ഉപയോഗിച്ചത്, സ്വർണം അടിച്ചു മാറ്റിയാണ് ഈ അയ്യപ്പ സംഗമം വരെ സംഘടിപ്പിക്കുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചു. ഇത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ആളാണ് എന്നുള്ളതാണ് ഇനി തെളിയിക്കാൻ പോകേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യം. അതായത് 30 കിലോയോളം ഈ സ്വർണ്ണപ്പാളിയും ഈ പീഠവും ഒക്കെ നൽകിയ ശേഷം ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ള അന്വേഷണത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയാണ്, അല്ലേ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് എന്നുള്ളതല്ല എൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണിപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ആദ്യം ചുമതലപ്പെടുത്തിയത്? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഇത് വെളിപ്പെടുത്തേണ്ടി വന്നത്? കാരണം ഇത് വിജിലൻസ് അന്വേഷണം നടത്തുന്നു, തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കപ്പെടും. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ച ആൾക്ക് അങ്കലാപ്പ് വന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അയ്യപ്പൻ്റെ വിശ്വാസത്തിലുള്ള അങ്കലാപ്പിൽ നിന്ന്. അയ്യപ്പൻ്റെ വിശ്വാസത്തിലുള്ള അങ്കലാപ്പാണെങ്കിൽ ഇത് ഒളിപ്പിച്ച് വെക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ആരുടെ വിശ്വാസമാണ്? ഇത് ഗവൺമെൻറ്, പോലീസ്, വിജിലൻസ്, കോടതി, ഇത് കണ്ടുപിടിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്കലാപ്പ് തോന്നുന്നു. അദ്ദേഹം കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കറിയാം ഇത് അന്വേഷണത്തിലേക്ക് ഇത് സമർത്ഥമായി പോലീസ് അന്വേഷിച്ചാൽ എവിടെയാണ് പോലീസിന്റെ വാൻ വന്ന് നിൽക്കുന്നത് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായിട്ട് ഡോക്ടർ PK ഗോപൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ശബരിമലയിലേക്ക് പല സ്പോൺസർമാരും ഈ തരത്തിൽ സ്വർണം സംഭാവന ചെയ്യുന്നു. അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല കാര്യങ്ങളും സംഭാവന ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സ്പോൺസർമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നതിൽ അങ്ങേക്ക് വ്യക്തതയുണ്ടോ? യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യമാണ്, അങ്ങേക്ക് അതിൽ വ്യക്തതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല, ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ സ്മൃതി. അതായത് സ്വന്തം സഹോദരിയുടെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പറയുന്നത് ഇത് ഒരു ഒരു സാധനമാണെന്ന് പറയുന്നതേ ഇല്ല. അവരുടെ മുമ്പിൽ ഇത് കൊണ്ടു കൊടുക്കുന്നു. ഷീൽഡാണെന്ന് പറയുന്നു. അപ്പോൾ ആ സഹോദരി വളരെ ശുദ്ധഗതിക്കാരിയായ ഒരു വനിതയായതുകൊണ്ട് അവർ സത്യം തുറന്നു പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം, ഒരു ഷീൽഡാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് തരികയാണ് ചെയ്തത്. അത് വിജിലൻസുകാർ വന്നപ്പോൾ അത് ഇവിടെ വിജിലൻസിൽ നിന്ന് വന്നാണ് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തന്നിട്ടുണ്ട്, തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി അതെടുത്ത് കൊടുക്കുകയും ചെയ്തു.
ഈ സാധനം വിജിലൻസിന് അത് കൊടുത്തേക്കൂ, ഞാൻ തന്ന സാധനം വിജിലൻസിന് കൊടുത്തേക്കൂ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അല്ലെങ്കിലും അതെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസ് അതിപ്പോൾ അദ്ദേഹം പറയുമ്പോഴും അത് കണ്ടെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രധാനപ്പെട്ട പോയിന്റ്, എന്തിനാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കയ്യിൽ വച്ചിരിക്കുന്ന സാധനം കാണാനില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്? അതുവഴി ആർക്കാണ് ലാഭം? അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചവർക്കാണോ ലാഭം? അതിനെതിരായിട്ട് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഏത് കാര്യത്തിലും ഒരു സംഭവം നടന്നാൽ അതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളതാണ്. ആ മോട്ടീവ് പ്രധാനമാണ്. അത് വെച്ചിട്ടാണ് കോടതി കേസ് തെളിയിക്കുന്നതിൽ മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിലൂടെ ആർക്കാണ് പ്രയോജനം എന്നതാണ് വിഷയം. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഈ ആരോപണം, ഈ പീഠം കാണാനില്ല എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഈ സ്വർണ്ണപ്പാളിയിലെ കുറവിനെ പറ്റി കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. 4.5 കിലോ എവിടെയെന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെ അയ്യപ്പ സംഘവുമായി നിങ്ങൾ കണക്ട് ചെയ്യും? അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഈ ദ്വാരപാലകരെ ഉറപ്പിച്ചിരുന്ന പീഠം എന്ന വിഷയം, അതിൻ്റെ ഭാഗമായിട്ട് ഇത് സ്വർണത്തിൽ കുറവ് വരാം. അതുപോലെ ഇത് കൊടുത്തുവിടുന്നത് എങ്ങനെയാണ്? ഇത് കൊടുത്തുവിടുന്നത് പിന്നെ അവിടെ തന്ത്രി തന്നെ ഇതിൻ്റെ ഡാമേജ് ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവരം അറിയിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് 40 വർഷത്തെ വാറണ്ടി ഉള്ളതാണ്, നിങ്ങളിത് ഇളക്കി തന്നാൽ ഞാൻ തന്നെ ഇത് ശരിയാക്കി, ബാലൻസ് സ്വർണം വേണ്ടി വരികയാണെങ്കിൽ ഞാൻ തന്നെ ആ സ്വർണം എടുത്ത് ഇത് ശരിയാക്കി തരാമെന്ന പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എല്ലാവിധ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയതിന് ശേഷമാണ്, എല്ലാ റെക്കോർഡ്സും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോഴാണ് കോടതി വളരെ ശക്തമായി ഇടപെടുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യും. വീഡിയോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൂക്കമൊക്കെ നോക്കിയിട്ട് കൊടുത്തയച്ചു എന്നാണോ? അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു എന്നാണോ? അല്ല, അത് ഇളക്കുന്നതിൻ്റെ വാതിൽ പാളികളിൽ മണികളെറിഞ്ഞും പണമെറിഞ്ഞും നെയ്യിൻ്റെ പാത്രങ്ങൾ അകത്തു നിന്ന് എടുത്തു മാറ്റുമ്പോഴുണ്ടാകുന്ന കേടുപാടുകളാണ് തന്ത്രി ശ്രദ്ധയപ്പെടുത്തിയത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ മങ്ങല് വേൽക്കുന്നത് കണ്ടു, സ്വർണ്ണപ്പാളിക്കകത്ത് മങ്ങല് വേൽക്കുന്നത് കണ്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴാണ് സ്പോൺസർ തന്നെ പറയുകയാണ്, ഞാനിത് 40 വർഷത്തെ വാറണ്ടിയിൽ ചെന്നൈയിൽ ചെയ്യിച്ചതാണ്, അത് കൃത്യമായിട്ട് അത് ശരിയാക്കി തരികയും ചെയ്യും, സ്വർണത്തിലുള്ള കുറവ് ഞാൻ പരിഹരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ എത്ര മോശപ്പെട്ട രീതിയിലാണ് ഈ പ്രശ്നത്തെ വഷളാക്കാൻ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രമിച്ചത്. കൊണ്ടുപോകുമ്പോൾ അതിന്റെ തൂക്കം എടുത്തിരുന്നോ? അല്ല, കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുഴുവൻ റെക്കോർഡ്സും ഉണ്ടല്ലോ. കൊണ്ടുപോകുമ്പോൾ വീഡിയോ റെക്കോർഡും അതിന്റെ മഹസറും അതുപോലെ വിജിലൻസ് ഓഫീസേഴ്സും ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഗാർഡും എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതിന്റെ സ്വർണം എത്രയുണ്ട് എന്ന് തൂക്കി നോക്കിയിരുന്നോ? അല്ല, അതുൾപ്പെടെ ആയിരിക്കണമല്ലോ. അതാണ് അന്വേഷണത്തിൽ തെളിയേണ്ടത്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ അന്വേഷണം തെളിയേണ്ട കാര്യമാണ്. ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പങ്കുണ്ടോ? കാരണം ദേവസ്വം ബോർഡ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഈ 5 വർഷത്തിനോ 10 വർഷത്തിനോ കയറിയ ഉദ്യോഗസ്ഥരൊന്നുമല്ല, വർഷങ്ങളായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവരിത് പലതും ചെയ്തും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തവർ കണ്ടേക്കാം, നമ്മൾ അവരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പുഴുക്കുത്ത് ഒരു ജീവനക്കാരിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ ആർക്കെങ്കിലും ഇതിൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമോ വാസുദേവനോടൊപ്പമോ അതല്ലെങ്കിൽ ചെന്നൈയിലെ കമ്പനിയോടൊപ്പമോ ആർക്കെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കുന്നതിന് ദേവസ്വം ബോർഡും ഗവൺമെന്റും തുടക്കത്തിലെ ഉത്തരവാദിത്വം എടുക്കുന്നത് പറഞ്ഞല്ലോ. 4.5 കിലോ കുറഞ്ഞത് എപ്പോൾ കണ്ടെത്തി? അല്ല, അതല്ലേ പറഞ്ഞത്, 4.5 കിലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. എപ്പോൾ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഇവിടെ കണ്ടെത്താത്തത്? ഇവിടുത്തെ പോലീസ് ഏതാ കണ്ടെത്താത്തത്? ഇവിടുത്തെ വിജിലൻസ് ഏതാ കണ്ടെത്താത്തത്? അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരാണോ ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, വിഷയം ഇവിടുത്തെ അതല്ല. ഇതിപ്പോൾ ആ വിഷയമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത് വിജിലൻസ് കണ്ടെത്തിയതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം സമ്മതിക്കുന്നത് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന്. ഈ ചോദ്യത്തിലേക്ക് എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടെത്തിയതാണോ? അല്ലാതെ പിന്നെ എങ്ങനെ കണ്ടെത്തിയത്? അല്ല, വിജിലൻസ് സ്വയം അല്ലാതെ പിന്നെ എങ്ങനെ കണ്ടെത്തിയത്? കോടതി അല്ലാതെ പിന്നെ എങ്ങനെ കണ്ടെത്തിയത്? കോടതി പറഞ്ഞിട്ടല്ലേ? അല്ല, അല്ലാതെ പിന്നെ എങ്ങനെയാ കണ്ടെത്തിയത്? വിജിലൻസ് അല്ല, അതെ, കോടതിയുടെ നിരീക്ഷണം ഉണ്ടല്ലോ ഇതിനകത്ത്. കോടതി എന്തിനാണ് നിരീക്ഷണം നടത്തുന്നത്? കോടതിയുടെ നിരീക്ഷണം ദേവസ്വം ബോർഡ് നന്നായി പ്രവർത്തിക്കുന്നു എന്നും അവിടെ നിന്ന് സ്വർണം കടത്തിയത് ഏതോ ഒരാൾക്ക് പങ്കുണ്ടെന്നും ഈ പറയുന്ന സ്പോൺസർ ആരാണ് എന്നുമാണോ കോടതി ചോദിച്ചത്? അടിമുടി വീഴ്ച എന്നല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്?
അതെ, ഈ സ്പോൺസർ എന്തിനാണ് ഈ പീഠം എടുത്തുകൊണ്ട് പോയിട്ട് കാണുന്നില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചെന്ന ക്വസ്റ്റിലേക്ക് വാ. ശരി, ആ ക്വസ്റ്റ്യൻ എന്താ മാറ്റി വെക്കുന്നത്? അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് വേണ്ടിയാണ് ഈ കളി കളിച്ചത് എന്നുള്ളത്, നാടകം കളിച്ചതെന്നുള്ളത് വ്യക്തമാവും. അതിന് പലരും സമാധാനം പറയണം. ഈ സ്വർണം അടിച്ചു മാറ്റിയാണ് അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്നുള്ള BJP-യുടെയും കോൺഗ്രസിന്റെ ആക്ഷേപത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങളുടെ സംശയം ആർക്ക് നേർക്കാണ്? അത് പറയൂ. നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നത്? ആരുമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ആക്ഷേപം ഉന്നയിച്ചതാരാ? കേരളത്തിലെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റിന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളിലെ സുതാര്യതയില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ, ഗവൺമെന്റിനെ ഒരു പരിധിവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി. അടിച്ചു മാറ്റിക്കൊണ്ടുപോയ കോടതിയുടെ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഇവിടെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ഗൂഢാലോചന പ്രതിപക്ഷ നേതാവിന്റേതാണ് അല്ലേ? അതല്ലേ നിങ്ങളുടെ വിലയിരുത്തൽ? BJP-യുടേതല്ല. BJP നിങ്ങൾ സംശയിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ കോൺഗ്രസിനെ സംശയിക്കുന്നു എന്നാണോ? BJP സ്മൃതി ചുമ്മാ ആവശ്യം അത് വെറുതെ ഡൈവേർട്ട് ചെയ്യല്ല. എൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ഒന്ന്, പ്രതിപക്ഷ നേതാവിന് വിമർശനം ഉന്നയിക്കാം. സ്വർണം കണ്ടില്ല, നിങ്ങൾ കണ്ടുപിടിക്കണം, ദേവസ്വം ബോർഡ് ഉത്തരവാദി, തർക്കമില്ല. അത്രയും പറയാം പ്രതിപക്ഷ നേതാവ്. രണ്ടാമത് പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് എന്ത് സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കും. അതാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതെ. ശരി, ക്രെഡിബിലിറ്റി അത് നിങ്ങൾ മാത്രം നിശ്ചയിക്കുന്നല്ലോ. ക്രെഡിബിലിറ്റി ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തെളിയിക്കുക കൂടി വേണം. ശരി, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോട്ടെ. നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയാണ് കുറ്റപ്പെടുത്തുന്നത് ശ്രീകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം പ്രതിപക്ഷ നേതാവിനുണ്ടോ കോൺഗ്രസിനുണ്ടോ? ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇവിടെ ഈ ചർച്ചയിൽ എല്ലാവരും ശബരിമലത്തെ സ്വർണവും അതുപോലെ ദ്വാരപാലകൻ്റെ പീഠവും പാളിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇന്ന് ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജഡ്ജിയോട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഈ മാസം അവസാനം തന്നെ, അതായത് ഇനി ഒരു 10-30 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യാവസ്ഥ പറയും. ഇതിൽ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, CPM-ൻ്റെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞത് ഇത് പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം അതിലേക്ക് വലിച്ചിഴച്ചു. കഴിഞ്ഞ ദിവസം സതീശൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എല്ലാം എന്തിനാ എൻ്റെ നെഞ്ചത്തേക്ക് കയറ്റി വിടുന്നതെന്ന്. ഇത് കോടതിയാണ് ആദ്യം ഈ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞത്. കോടതി പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഇതിൽ അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം വെച്ചുകൊണ്ട് അസംബ്ലിയിൽ ഈ ഗവൺമെൻറ് വന്ന ശേഷം എല്ലാ അടിയന്തര പ്രമേയങ്ങളും അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തു എന്ന് മേനിതെടിച്ചു. അപ്പോൾ ഒരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നു. എന്താ? ഈ ശബരിമലത്തെ ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം. ആ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ബാക്കി എല്ലാം അനുമതി കൊടുത്തു. കാരണം എന്താ അറിയോ? ബാക്കി എല്ലാത്തിൻ്റെയും മറവിൽ എന്തും വേണേൽ വിളിച്ചു പറയാം. പക്ഷേ ഇത് കൃത്യം കണക്ക് വെക്കണം. ഇന്ന് കോടതിയിലെ വിജിലൻസ് പറഞ്ഞ എന്താണ്? അവിടെ മൊത്തത്തിൽ കാര്യം ഇതാണ്, ശബരിമലയിൽ ഒന്നിനും കണക്കും കാര്യങ്ങളും ഇല്ല, രജിസ്റ്റർ ഇല്ല, രേഖയില്ല, സ്വർണത്തിൻ്റെ കണക്കില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ദ്വാരപാലകൻ്റെ പീഠം അടിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ എവിടെ കൊണ്ടുവേണേ വെക്കാം. ഇവിടെ ഇതൊക്കെ ഇവർ പറഞ്ഞു വരുമ്പോൾ ഇന്ന് രാവിലെ 2 പേര് പറഞ്ഞു. ഒന്ന് ദേവസ്വം പ്രസിഡന്റും ഒന്നും ദേവസ്വം മന്ത്രിയും. ഗൂഢാലോചന. എന്താ ഗൂഢാലോചന എന്ന് ആദ്യം പറ. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് എന്ത് ഗൂഢാലോചന നടത്തിയത്? അങ്ങനെയാണ് ഇവിടെ പറയണം. ആരുമായിട്ട് ചേർന്നിട്ടാണ് ഗൂഢാലോചന നടത്തിയത് ഇവിടെ പറയണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോടതി നിരീക്ഷണം സംബന്ധിച്ച കാര്യമാണ് കോടതി പറഞ്ഞത്. ശബരിമല വിഷയത്തിലെ 1999 മുതലുള്ള കണക്കുകളെ എടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ശബരിമല ഭരിച്ചത് CPM ആണ്. CPIMയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അനന്തഗോപനായിരുന്നു അവിടെ പ്രസിഡന്റ്. അതിനു മുമ്പ് പത്മകുമാറായിരുന്നു പ്രസിഡന്റ്. ഇപ്പോൾ പ്രശാന്താണ് പ്രസിഡന്റ്. CPM-ന്റെ കയ്യിലാണ് ഭരണം. അവിടുത്തെ കാര്യങ്ങൾ രജിസ്റ്റർ ഉണ്ടോ? സ്വർണത്തിനെ സംബന്ധിച്ച ഒരു രജിസ്റ്റർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇന്ന്. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, 99 മുതലുള്ളത് പരിശോധിക്കാൻ പറയുമ്പോൾ 99 മുതലുള്ളത് പറയുമ്പോൾ അത് LDF സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാകുന്നില്ലല്ലോ. ഇല്ല 99 2006 വരെ ഭരിച്ചത് AK ആന്റണിയും പിന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. അതിന് പ്രശ്നം 1999 സ്വർണം ആണ് പറഞ്ഞിരുന്നത്. ഇത് 2019 ആയപ്പോഴാണ് ഇത് ചെമ്പിലേക്ക് വന്നത്.
അപ്പോൾ അതിനിടയ്ക്ക് എന്താ ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ. അതിന് കോടതി അന്വേഷിക്കട്ടെ. കാരണം ശബരിമല വിഷയം എന്ന് പറഞ്ഞ സ്മൃതി ഒരു ഭക്തന്മാരെ സംബന്ധിച്ചുള്ള വിഷയമാണല്ലോ, വിശ്വാസത്തിൻ്റെ വിഷയമാണ്. ഇവിടെ രസകരമായ വസ്തു എന്താണെന്ന് വെച്ചാൽ, ഒരു 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിൻ്റെ അവസാന മാസങ്ങളിൽ എത്തുമ്പോൾ നമ്മളുണ്ട് കേൾക്കുന്ന വിവാദം എന്താണ്? ശബരിമലയെ ചുറ്റിപ്പറ്റിയാണ്. വികസന കാര്യങ്ങളൊന്നും അല്ല, ശബരിമലയെ ചുറ്റിപ്പറ്റി. എന്നിട്ട് എന്താണ് അതിൽ ഗൂഢാലോചന നടത്തുക? ഏത് കോടതി കണ്ടെത്തിയ നിരീക്ഷണം പുറത്തു വന്നപ്പം അതിൽ ഗൂഢാലോചന നടത്തുക. ഗൂഢാലോചനയാണെങ്കിൽ ഇപ്പോൾ തുറന്നു പറയണം, ഇന്ന ആൾക്കാരാണ് ഗൂഢാലോചന നടത്തിയത്. ഇവിടെ BJP കുറിച്ച് മിണ്ടുന്നില്ല CPM പ്രതിനിധി. എന്ത് രസകരമായ ഒരു അന്തർധാരാന്ന് പ്രതിപക്ഷം പറയുന്നത് ഇവിടെ നമുക്ക് ഓർക്കുകയാണ്. ഇത്ര ചെങ്ങാത്തമുണ്ട് ഇവർ തമ്മിൽ. BJPയുടെ നേതാവ് മുരളീധരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളെ അസംബ്ലിയിൽ പറഞ്ഞു, പുറത്തു പറഞ്ഞു. ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുടെ പ്രതിസ്ഥാനത്ത് നിർത്തി കോടതിയിൽ തെളിയിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഇതൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ഇവർ പറഞ്ഞ എന്താ, അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കുറയ്ക്കാൻ. അയ്യപ്പ സംഗമം ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനാണ്. ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനുണ്ടാക്കിയ അയ്യപ്പ സംഗമത്തിൻ്റെ ആ കാലത്ത് തന്നെയാണ് കോടതി ഈ ചോദ്യം ചോദിച്ചത്. എത്രയോ കിലോ സ്വർണം കാണാനില്ല, സ്വർണ്ണം അവിടെ പോയി. അപ്പോൾ സ്വർണത്തിൻ്റെ രജിസ്റ്റർ ഉണ്ടോ? ഇല്ല. അവിടെ നടവരെ ഒരുപാട് പണം വരുന്ന ഒരു സ്ഥലമാണിത്. ഇത് ആദ്യമല്ലല്ലോ അവിടുത്തെ പ്രശ്നം. ശബരിമലയിലെ ഈ ശർക്കര മറ്റേ അരവണ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ശർക്കരയെക്കുറിച്ചൊരു ആക്ഷേപക്കാലത്ത് വന്നു. ഒരുപാട് വിഷയങ്ങളിലൂടെ തർക്കം ഉണ്ടായിട്ടുണ്ട് ഈ 10 വർഷത്തെ CPM ഭരണത്തിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജഡ്ജി അന്വേഷണ കമ്മീഷനായി വെക്കുമ്പോൾ ഈ ഗൂഢാലോചന അദ്ദേഹത്തിനോട് പറയട്ടെ, അദ്ദേഹം അതും അന്വേഷിക്കട്ടെ. അപ്പോൾ ഇത് ഭക്തരുടെ വിശ്വാസികളുടെ പ്രശ്നം എന്താണ്? ശബരിമലയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അവിടെ ഭരിക്കുന്നത് CPM ആണ്, ദേവസ്വം ഭരിക്കുന്ന CPM മന്ത്രിയാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളാണെന്നുള്ള ധാരണ മാറ്റി അവരെല്ലാം വിശ്വാസത്തിലേക്ക് വരികയാണ്. ഇതിനിടയ്ക്ക് അവർ ഈ അവസാന കാലത്ത് അവർ പറഞ്ഞ എന്താ, ഞങ്ങളുടെ ഒപ്പം എന്താ സമുദായ സംഘടനകൾ നിൽക്കുന്നു, NSS SNDP നിൽക്കുന്നു. NSS SNDPയും ഈ സ്വർണ്ണക്കാര്യത്തിൽ ഇന്നേവരെ അവരഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ അഭിപ്രായം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ LDF ഗവൺമെൻറ് നിലപാട് തിരുത്തി. പഴയ കാലത്തുണ്ടായിരുന്ന അവരുടെ വിപ്ലവകരമായ മാറ്റം അവർ തിരുത്തി. അതുകൊണ്ട് അവർ ഞങ്ങൾക്കൊപ്പം വന്നപ്പോൾ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അത് പ്രശ്നാധിഷ്ഠിതമാണ്, രാഷ്ട്രീയമല്ല. അതേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ സ്വർണ്ണത്തിൻ്റെ കാര്യമൊന്നും NSS SNDPയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ നാളെ പറയുമെന്നൊക്കെ നോക്കാം, അവർ പറയുമെന്ന് നോക്കാം. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കാനില്ല, വികസനം സംസാരിക്കാനില്ല, അതുപോലെ പ്രഖ്യാപിത മറ്റേ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് സംസാരിക്കാനില്ല. അവർ പറയുന്നതല്ല, കോടതി കണ്ടെത്തുന്നത് അവിടുത്തെ സ്വർണത്തിൻ്റെ രജിസ്റ്റർ ഇല്ലായ്മയെക്കുറിച്ചും സ്റ്റോക്ക് എടുപ്പില്ലായ്മയെക്കുറിച്ചും അവിടുത്തെ ക്രമക്കേടുകളെ കുറിച്ചുമാണ് കോടതി പറയുന്നത്. അവിടെ ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിനെടുത്ത് കൊടുത്തു ഈ പാളികളെല്ലാം പോയിട്ട് സ്വർണ്ണം പൂശിക്കൊണ്ടുവരാൻ. അപ്പോൾ അതിന് തൂക്കം നോക്കിയില്ലെന്നാണ് പറയുന്നത്. ഒരു സാധനം നമ്മൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ, പൊതുഖജനാവിലെ ഒരു വസ്തുവാണെങ്കിൽ അത് എടുത്തു കൊടുക്കുമ്പോൾ ഇത്ര കിലോ ഉണ്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത്ര കിലോ കുറഞ്ഞു എന്ന് പറയണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ലെന്നല്ലേ പറയുന്നത്. സത്യാവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ വാസവൻ മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഗൂഢാലോചന എന്ന് പറയുമ്പോഴേ ചുമ്മാ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, സ്വർണ്ണം വലിഞ്ഞു പോകുമോ എന്നുള്ളതും കോടതി ചോദിച്ച ചോദ്യമാണ്. ഞാൻ ശ്രീ കെ ഷാജിയിലേക്ക്. ശ്രീ കെ ഷാജി, താങ്കൾ മുദ്ര ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്നാവശ്യപ്പെടുന്ന BJPയുടെ പ്രതിഷേധമില്ല. പ്രതിപക്ഷ നേതാവ് ഈ മോഷണം നടത്തി എന്ന ആരോപണം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് CPM സംശയിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഇതിൽ കോടതി രാജിവെക്കണം എന്ന് പറയാത്തതിന് കോടതി ഈ പറയുന്ന ആളുകളോട് പ്രത്യേകം നന്ദി പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുക. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതുപോലെ കേരളത്തിൽ ഒരു ദേവസ്വം വകുപ്പുണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ തിരുവിതാംകൂറിന് പ്രത്യേകമായൊരു ദേവസ്വമുണ്ട്. ആ ദേവസ്വത്തിൻ്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ഈ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുടെ കാര്യത്തിലായാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനൊരു നടപടിക്രമം പോലും അവിടെ ഇല്ല എന്ന് വേണം നമ്മൾ ഈ വിവാദത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ. നമ്മളൊരു പൊതു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, കാരണം നമ്മളൊരു ഭക്തരുടെ കണ്ണിൽ കൂടിയോ അല്ലെങ്കിൽ അവിടെ നടത്തിപ്പുകാരുടെ കണ്ണിൽ കൂടിയോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ കണ്ണിൽ കൂടിയോ അല്ല, ഒരു പൊതുജനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ മൊത്തത്തിലൊരു സുതാര്യത ഇല്ലായ്മയുണ്ട്. നമ്മൾ ഒരുപാട് കാലം മുന്നേ തിരുവനന്തപുരത്ത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണത്തിനെ കുറിച്ചൊക്കെ സ്വർണ്ണം കടത്തിക്കൊണ്ട് പോകുന്നതൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദൗർഭാഗ്യകരമായ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരുന്നു, ഒരുപാട് വീഴ്ചകളുടെ കാര്യങ്ങൾ പുറത്തു വരുന്നു. മുമ്പ് അരവണയുടെ പേരിലുള്ള കൊള്ളകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുക, ഇത്രയും
അവിടെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള സ്വർണത്തിൻ്റെ ഈടുകൾ, കാരണം നമുക്കറിയാം ഏത് അമ്പലത്തിലായാലും ഏത് പള്ളിയിലായാലും ഏത് ആരാധനാ സ്ഥാപനത്തിലായാലും ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ അതേ കൊടുത്തയാൾക്ക് അതൊന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോയി മാറ്റി മേടിച്ച് വീണ്ടും ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ അതിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഏതോ ഒരാൾക്ക് കൊടുത്തു വിടുന്നു, എന്നിട്ട് അയാളത് കാണാനില്ലാതെ പോലെ അദ്ദേഹം തന്നെ പരാതിയുമായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ കിട്ടുന്നു. ഇപ്പൊ ഇതിനകത്ത് ഇതിന്റെ വസ്തുതാപരമായ പിഴവുകൾ, ഇതിനകത്ത് തകരാറുകൾ വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന് ഇവിടുത്തെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇതിനൊരു അബ്സേർഡിറ്റി ഉണ്ട്. ഇതിനകത്ത് മൊത്തത്തിൽ ഒരു പുകമറയാണ്. കാരണം നമ്മൾ ഇത്രയും നേരം ചർച്ച കേട്ടപ്പോൾ ഈ ചർച്ചയിൽ വന്നിരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ശരാശരി പ്രേക്ഷകര് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. ഒരുപാട് ആരോപണങ്ങൾ വരുന്നു, ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നു. ഇതിൻ്റെ ഒരു സാരാംശത്തിൽ ആരാണ് കുറ്റം ചെയ്തത്, എന്താണ് കുറ്റം ചെയ്തത്? അപ്പൊ പോലീസിനും വിജിലൻസിനും അത് കണ്ടെത്താനും പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ്, ദേവസ്വം ബോർഡ് സർക്കാരിന്റെ കീഴിലാണ് എന്നതുപോലെ തന്നെ ഈ ക്രമക്കേട് അന്വേഷിക്കേണ്ട പോലീസും വിജിലൻസും ഒക്കെ സർക്കാരിന്റെ കയ്യിലാണ്. പിന്നെ ചർച്ച തുടക്കത്തിൽ പറഞ്ഞതൊരു ദൈവികമായ പ്രശ്നമാണ്, ഈശ്വരീയമായ പ്രശ്നമാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലത്തെ നിയമ വ്യവസ്ഥയുടെ കീഴിലുള്ള ഒരു പ്രശ്നം, ഇത് നിയമപ്രശ്നം കൂടിയാണ്. ഇതൊരു ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. ഇതൊരു പബ്ലിക് അക്കൗണ്ടബിലിറ്റിന്റെയും പൊതുമുതല് അന്യാധീനപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ നിരുത്തരവാദപരമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു സമീപനവും നോക്കാതെ അത് എടുത്തു കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, ആരാണ് കൊടുത്തത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഇത് അപ്രത്യക്ഷമായത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നാടകം എങ്ങനെ കേരളത്തിലത്തെ ശക്തമായ സർക്കാരിനെ ശ്രീ ഗോപൻ അതാണല്ലോ പറഞ്ഞത്, വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളി. ഇത് വളരെ കൃത്യമായിട്ട് ഇതിലെന്താണ് നടന്നതെന്ന് ശക്തമായി, വ്യക്തമായി, സുതാര്യമായി, സത്യസന്ധമായി പറയാൻ ഇവിടുത്തെ ദേവസ്വം പ്രസിഡന്റിനും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിക്ക് ബാധ്യതയില്ലേ? ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തണ്ടേ, സമൂഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? പിന്നെ എങ്ങനെയാണ് കാണാതായി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നയാൾക്കാണ് കൊടുത്തുവിട്ടത്, അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ ആളോട് ചോദിച്ചാൽ കിട്ടുമെന്ന് കൃത്യമായി സർക്കാർ മറുപടി പറയാൻ തീരുന്നിടത്തല്ലേ പ്രശ്നങ്ങളുള്ളൂ? അപ്പോ ഈ വീഡിയോ എന്ന് പറയുന്ന സാധനം ഇപ്പോഴല്ലല്ലോ അതിന്റെ വിശദീകരണം വരേണ്ടത്. ഇത്രയും നാടകം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആരോപണങ്ങളും ബദൽ ആരോപണങ്ങളും വരേണ്ട കാര്യമില്ലായിരുന്നു. വളരെ കൃത്യമായിട്ട് അവിടെ ഇതിന്റെ കൺസേൺ ആളോട് ചോദിക്കുന്നു, ഇതിന്റെ ആർക്കാണ് കൊടുത്തുവിട്ടത്, എങ്ങനെയാണ് കൊടുത്തുവിട്ടത്, ഇതിനെന്താണ് തെളിവുള്ളത്? അപ്പൊ ആ വീഡിയോ പുറത്തു വരികയാണെങ്കിൽ ഇത്രയും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗൂഢാലോചനയാണെന്നുള്ള തരത്തിലുള്ള ഒരു വിവാദങ്ങൾ പോലും വരില്ലായിരുന്നല്ലോ. അപ്പൊ കാര്യങ്ങൾ ഇതിനൊരു വലിയൊരു പുകമറയുണ്ട്. ഇതിനകത്ത് ആരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അപ്പൊ ഈ ശബരിമല ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ഏതൊക്കെയോ വിവാദങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് ഇത് രാഷ്ട്രീയമായിട്ടുള്ള എന്തൊക്കെയോ മുതലെടുക്കാനുള്ള കുറെ ശ്രമങ്ങളുണ്ട്. അപ്പൊ ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചോദ്യങ്ങൾ, കുറെ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളെ അന്തരീക്ഷത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിവാദങ്ങളെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്തൊരു കറുത്ത പുകമറയ്ക്ക് അപ്പുറത്ത് കാര്യങ്ങൾ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. കാരണം ഒരുപാട് പൊരുത്തക്കേടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ആവശ്യമുണ്ട്. അതുപോലെ ദേവസ്വം പ്രസിഡന്റ് ഇതിനകത്ത് വളരെ കൃത്യമായി, കാരണം ശബരിമല ഒരു വൈകാരികമായ ഒരു പ്രശ്നമാണ്. ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വത്ത് എന്ന് പറയുന്നത് അവരുടെ വൈകാരികതയാണ്, ഈ ജനങ്ങളുടെ സ്വത്താണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ട അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കൃത്യമായി സത്യസന്ധമായി നടന്നു പോകണമെന്നുള്ളത് ഒരുപാട് കാലമായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ പ്രാവശ്യം ഓരോ ക്രമക്കേടും ഉണ്ടാകുമ്പോൾ പൊതുജനത്തിന്റെ ഭാഗത്ത് വളരെ കൃത്യമായ നിലപാടുണ്ടാവുന്നുണ്ട്. ശരി, ഡോക്ടർ പി കെ ഗോപൻ, ഇവിടെ BJP ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടുകൊടുക്കുക, ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ വരുന്ന തുക മുഴുവൻ ഈ സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നു, മോഷ്ടിക്കുന്നു എന്ന വാക്ക് തന്നെയാണ് പലപ്പോഴായി BJP നേതാക്കൾ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി നേതാക്കളടക്കം പല രാഷ്ട്രീയ പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, കോടതി പറഞ്ഞിരിക്കുകയാണ് സ്ട്രോങ് റൂമിലെ സ്വർണം വിരമിച്ച ജഡ്ജിയുടെ മുന്നിൽ വെച്ച് അതിൻ്റെ മൂല്യം കണക്കാക്കണം. അപ്പോൾ സംശയമാണ് എത്രയാണ് അതിലുള്ളത്, അതിൽ കണക്കെടുപ്പ് നടക്കുന്നില്ല, രജിസ്റ്ററിൽ കൃത്യമായി രേഖകൾ സൂക്ഷിക്കുന്നില്ല, 99 മുതൽക്കുള്ള കണക്ക് അവിടെ കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ജീവനക്കാരൻ നടത്തുന്ന ക്രമക്കേടായി അതിനെ ചുരുക്കാൻ പറ്റുമോ? ഇത് കാലങ്ങളായി തുടരുന്ന ഒരു ക്രമക്കേടായി വേണം. അതിലൊരു അനാസ്ഥയുണ്ട്, അതിലപ്പുറം അനാസ്ഥ മുതലെടുത്തുകൊണ്ട് മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് കോടതിയുടെ സംശയം. കോടതി ഉയർത്തിയിരിക്കുന്ന സംശയങ്ങളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എന്തിനാണ് ഈ വിരമിച്ച ജഡ്ജി വരുന്നത്? അല്ല, അതിൽ ശ്രീമതി സ്മൃതി തുടക്കത്തിൽ
BJPയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പറയുമ്പോൾ അവതാരകയും മറ്റുള്ളവരുമെല്ലാം ഇതിനെ BJPക്കെതിരായിട്ട് വിമർശനമില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ എത്താൻ ഏത് വാചകമാണ് നിങ്ങളെ സഹായിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമൻറ്റ് പറയുന്നത്? കാരണം ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് രണ്ടാമതേ ഉള്ളൂ. BJPയുമായിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ ഗവൺമെൻറ് ഫൈറ്റ് ചെയ്യുന്നത്, LDF ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ഈ അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം തന്നെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചത് BJPയാണ്. എന്തുകൊണ്ടാണ് അവർ ഈ കാര്യമൊന്നുമല്ല പറഞ്ഞത്, അവർ ശബരിമല വിഷയത്തിൽ ഇതൊന്നുമല്ല പറഞ്ഞത്. യുക്തിവാദിയായിട്ടുള്ള സ്റ്റാലിനെ അതിൽ പങ്കെടുപ്പിക്കുന്നു, അതുകൊണ്ട് അത് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന വിമർശമാണ് അവർ തുടക്കത്തിൽ പറഞ്ഞത്. അത് ഏറ്റുപിടിച്ചിട്ടാണ് പിന്നെ കോൺഗ്രസ് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോൺഗ്രസ് ആ സ്റ്റാലിൻ്റെ വിഷയത്തിൽ വലിയ ഊന്നൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ ബാക്കി വിഷയങ്ങളിലേക്ക് വരുന്നത്. എന്നാൽ സ്റ്റാലിൻ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ആവിയായി പോയി. അപ്പോഴാണ് പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിച്ചത്. രണ്ടാമത്തെ പ്രശ്നം, ഇത് പ്രതിപക്ഷ നേതാവ് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, V. മുരളീധരൻ ഉൾപ്പെടെ. ഇവിടെ ആരാധനാലയങ്ങളെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും വർഗീയത വളർത്താനും ഉപയോഗിക്കുന്നത് BJPയാണ്. അത് കേരളത്തിൽ മാത്രമാണോ? ഇന്ത്യ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനല്ലേ? ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അഭിവന്ധിയായ രാഷ്ട്രപതിയെ പങ്കെടുപ്പിക്കാതെ ആ ചടങ്ങ് നടത്താൻ പരിശ്രമിച്ചത്, പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് അങ്ങനൊരു സമീപനം സ്വീകരിച്ചത്, ഇതെല്ലാം വർഗീയമായി രാജ്യത്തെ ഭരണഘടനയെ കൊണ്ടുപോകാൻ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ BJP ഇതിന് ശേഷം നടത്തിയ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് BJP രണ്ട് കാര്യങ്ങൾ തുടക്കമിട്ടു. നിങ്ങൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതാ. ഒന്ന്, ഈ ശബരിമല ക്ഷേത്രത്തെ സെക്യുലർ സമീപനത്തിലേക്ക് കൊണ്ടുവരാൻ ആര് പരിശ്രമിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് BJP. കാരണം മറ്റു പല ക്ഷേത്രങ്ങളിലും മറ്റു മതവിശ്വാസികൾക്ക് പ്രവേശനമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുവായൂരിൽ യേശുദാസിന് പ്രവേശനമില്ല. അതുപോലെയല്ല ശബരിമലയിൽ വാവരുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കിടക്കുന്നത് കൊണ്ട് അത് സെക്യുലർ സമീപനമാണ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോഴാണ് പണ്ടും നിലക്കൽ പ്രശ്നത്തിൽ കലാപം ഉണ്ടാക്കിയ കുറച്ച് ദിവസമായല്ലോ. അല്ല, അത് കേസെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് കോടതി വിധി പ്രഖ്യാപിക്കത്തില്ല സ്മൃതി. അത്രയൊക്കെ അറിയാവുന്ന ആളല്ലോ സ്മൃതി. അത് വെറുതെ ഇതിനകത്ത് വലിച്ചെടുക്കണ്ട. കോടതി കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ട്രയൽ നടക്കണം, അതിൻ്റെ സമീപനം സ്വീകരിക്കണം, അതെല്ലാം വരും സ്വാഭാവികമായിട്ടും. ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വാവരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ഇത് സെക്യുലർ സമീപനമല്ല ശബരിമല വേണ്ടത് എന്ന് പറയിപ്പിച്ചു BJP. ഒന്ന്. രണ്ടാമത്, അണ്ണാമലയെ കൊണ്ടുവന്നിട്ട് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയന് കാമാർത്തിയാണെന്ന് പറയിപ്പിച്ചു. ഇത് രണ്ടും ശബരിമല പമ്പ മണൽപ്പുറത്ത് നടത്തിയ പ്രസംഗമാണ്. ഈ തരത്തിൽ വർഗീയത വളർത്താനാണ് അവർ ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത്. ഇടതുപക്ഷം ചെയ്യുന്നത് എന്താ? ക്ഷേത്രത്തെ ശബരിമല അറിയില്ല. KP ശശികലയ്ക്കെതിരെ കേസെടുത്തതായിട്ട് അറിവില്ല. അങ്ങ് രണ്ടാമത് പറഞ്ഞ കാര്യം ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് കേസാണ് എടുക്കാത്തത്? അത് അല്ല, ഏത് കേസാണ് എടുക്കാത്തത്? നമുക്ക് ഓരോ ഒന്ന് പരിശോധിച്ചിട്ട് അത്തരം കേസുകളൊക്കെ എടുക്കും. ഇന്ന കേസെടുത്തോ മറ്റേ കേസെടുത്തോ എന്നുള്ളതിനല്ല, അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അത്തരം കേസുകളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാവും. ഉന്നയിക്കുമ്പോൾ അങ്ങ് ആദ്യം പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവിനെതിരെ മാത്രമാണ്. അങ്ങ് ആ ഘട്ടത്തിൽ ഈ പറഞ്ഞ BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങിപ്പോൾ ഇപ്പൊ ഈ ബദൽ സംഗമത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ BJPയെ പോലല്ലോ പ്രതിപക്ഷ നേതാവിന്റെ. പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ്. ഡോക്ടർ PK ഗോപൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? കോടതി പറയുന്നു വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണത്തിന്റെ കണക്കെടുക്കണം. അതിനർത്ഥം പോയി. അല്ല, ഇത് തിരുത്തണം. ഇത് തിരുത്തണം. ഇത് അടിച്ചെടുത്തോണ്ട് പോയി അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ എന്റെ കയ്യിലിരിപ്പുണ്ടെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ എന്റെ വീട്ടിലിരിപ്പുണ്ടെന്ന്. അതാണ് പ്രശ്നം. സംശയം എന്താണ് ഡോക്ടർ PK ഗോപൻ? എന്താണ് സംശയം? എന്തിനാണ് വിരമിച്ച ജഡ്ജിയെ കൊണ്ട് ഈ പറഞ്ഞ സ്ട്രോങ് റൂമിലെ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തണമെന്ന് പറയുന്നത്? ഈ 4.5 കിലോ അലിഞ്ഞു പോയോ എന്ന് കോടതി ചോദിക്കുന്നത് എന്താണ്? അതിങ്ങനെ വെറുതെ പോയി എന്നാണോ? വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ വിജിലൻസിന്റെ പങ്കാളിത്തത്തിൽ
അതെ, വിജിലൻസിന്റെ പങ്കാളിത്തത്തിൽ ഇത് കോടതി ഏത് വാക്ക് ഉപയോഗിച്ചാലും കാണാതായ സ്വർണം കണ്ടുപിടിക്കണം. അത് ദേവസ്വം ബോർഡ് അടിച്ചെടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടിച്ചെടുത്തോണ്ട് പോയി അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു എന്നുള്ള വാദമാണ് തെറ്റ്. ഡോക്ടർ പി കെ ഗോപൻ, കോടതിയുടെ സംശയം എന്താണ്? അതല്ലേ പറഞ്ഞത്, കോടതിയുടെ സംശയത്തിന്റെ പകുതി ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ കയ്യിലാണ് ഈ സാധനം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു എന്നുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് ചെയ്തു കൊടുത്തത്. അദ്ദേഹമാണ് ഞാൻ നന്നാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത്. അദ്ദേഹമാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ സ്പോൺസർ ചെയ്ത് നടക്കി വെച്ച, അവിടെ കാണിക്ക വെച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത് നന്നാക്കാൻ ചുമതലയെടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹമാണ് ഇത് എൻ്റെ കയ്യിലില്ല എവിടെയെന്ന് ചോദിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അന്വേഷണത്തിലേക്ക് വന്നപ്പോഴാണ് ഇത് എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടി വന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്ക് വേണ്ടി സംസാരിക്കുന്നു? ഇതാണ് വിഷയം. ബി ജെ പിക്ക് വേണ്ടിയാണോ, കോൺഗ്രസിന് വേണ്ടിയാണോ, അതോ മറ്റു പലർക്കും വേണ്ടിയാണോ? എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനെയും ഗവൺമെന്റിനെയും ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയത്? എന്തിനാണ് കോടതിയെ കൊണ്ട് ഈ കുറ്റം ഉണ്ടാക്കിയത്? അതാണ് ഉത്തരം പറയേണ്ടത്. ഈ 4.5 കിലോ പോയിട്ടും അതെന്താണെന്ന് അറിയില്ല എന്ന് കൈമലർത്തുകയല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്? അപ്പോഴും ഈ പറയുന്ന സ്പോൺസറുടെ ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. സ്പോൺസർ ഇപ്പോഴെങ്ങനെയാണ് സംശയിക്കാൻ തുടങ്ങിയത്? സ്മൃതി, ഇത് വർഷങ്ങളായുള്ള സംഭവമാണ്. ഇവിടെ ഇരുന്നോണ്ട് 2019 വർഷങ്ങളായുള്ള പ്രശ്നമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിൽ നിയമനവുമായി ബന്ധപ്പെട്ടും ശാന്തി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടും കൈക്കൂലി അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ജി സുധാകരനെ പോലുള്ള ആളുകൾ ഇടപെട്ട് ഇതിനകത്ത് റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടും അഴിമതി ഇല്ലാതാക്കിയും ട്രാൻസ്പെറന്റായും അവിടെ ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടത്തിയും ഇടത്താവളങ്ങൾ ഉണ്ടാക്കി ഹൈടെക് പരിപാടികൾ ആവിഷ്കരിച്ചും സംഭവിക്കുമ്പോൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്നത് ഒരു രീതിയാണ്. ചെയ്ത നല്ല കാര്യങ്ങൾ നല്ല കാര്യമായി തന്നെ അവിടെ നിൽക്കട്ടെ. കാര്യമില്ല സ്മൃതി, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല കാര്യം പറഞ്ഞത്. അഴിമതിയും ക്രമക്കേടും ഒക്കെ ഇവരുടെ ഭരണകാലത്തുള്ളതാണ്. ചൂരൽമല ദുരന്തത്തിന്റെ പൈസ അടിച്ചുകൊണ്ട് പോയവരാണ് ഇവിടെ ദേവസ്വം ബോർഡിനെ കുറിച്ച് വർത്താനം പറയുന്നത്. ശരി, അവഗണിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് പ്രായമായപ്പോ പ്രകാശ് കാരാട്ട് വരെ ഒഴിഞ്ഞിട്ടുണ്ട്. സ്മൃതി, പ്രകാശ് കാരാട്ട് വരെ ഒഴിഞ്ഞിട്ടുണ്ട്. അവഗണിച്ചിട്ടൊന്നുമില്ല. ശരി, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് അല്ല, അദ്ദേഹത്തെ അവഗണിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം കമ്മിറ്റി പ്രായമായവർ ഒഴിഞ്ഞതാണ്. മന്ത്രിപദത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കഴിഞ്ഞ് എല്ലാവരും ഒഴിവാക്കി. അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കി. അദ്ദേഹം CPM-ന്റെ വിലപ്പെട്ട സ്വത്ത് തന്നെയാണ്. എന്റെ സ്മൃതി, അവരെ ഒഴിവാക്കി എന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ചാലേ എല്ലാ ലീഡർഷിപ്പിനെയും 75 വയസ്സ് കഴിഞ്ഞവരെ ഒഴിവാക്കിയിട്ടുണ്ട്. വീടിനടുത്തുള്ള സമ്മേളനത്തിൽ ഒന്ന് പ്രതിനിധിയായിട്ട് ആ ചർച്ചയാണെങ്കിൽ ആ ചർച്ച നടത്താം. ഇതിനകത്ത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം പുകഴ്ത്തിയപ്പോൾ നിങ്ങളിപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നോണ്ടാ. ട്രാൻസ്പെറന്റ് ആയിട്ട് ഭരണം നടത്തിയ ദേവസ്വം മന്ത്രി ആയിരുന്നു. അല്ല, ട്രാൻസ്പെറന്റ് ആയിട്ട് ദേവസ്വം ഭരണം നടത്തി അഴിമതി ഇല്ലാതെ എങ്ങനെ ദേവസ്വം നടത്തിക്കൊണ്ടു പോകാമെന്ന് തെളിയിച്ച ആളാണ്. അനന്തപത്മനാഭനായാലും പത്മകുമാറായാലും പ്രശാന്ത് ആയാലും ഞങ്ങളുടെ ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആയിക്കോട്ടെ, അവരെല്ലാം അങ്ങനെ തന്നെയാ. CPM ഏൽപ്പിച്ച ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാ, CPM ഏൽപ്പിച്ച ഏത് ദേവസ്വം ബോർഡ് മെമ്പർ അഴിമതിക്കാരായ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഏൽപ്പിച്ച ആരാണ് അഴിമതിക്കാരായ? കോടതി ചോദിക്കുകയാണല്ലോ അന്വേഷിക്കുന്നത്. 99 കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ കോടതി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അവിടെ ഭരിച്ച എല്ലാവരോടും ചോദിക്കുന്നുണ്ടെന്നേ. ആ ചോദ്യം നിങ്ങളിപ്പോ 10 വർഷം ഭരിക്കുന്നുണ്ട്. 10 വർഷമായി നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ആ മാറ്റത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, BJP-യുടെ ഗൂഢാലോചന എന്ന് വൈകിയാണെങ്കിലും പറയുന്നുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് മറുപടി നിങ്ങൾക്കറിയാമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? സ്മൃതിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. 10 വർഷമായിട്ട് കൊണ്ടുവന്നതിന്റെ മാറ്റാ പറഞ്ഞത്. അവിടെ സുതാര്യത ഉണ്ടായി, അവിടെ വികസനം ഉണ്ടായി, ശരി, അവിടെ സെക്യുലറിസം നിലനിർത്താൻ പരിശ്രമിക്കുന്നു. ഇതെല്ലാം മാറ്റാം. അതായിക്കോട്ടെ. അതുകൊണ്ടാണ് ഇപ്പം വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ അവിടെ സ്വർണത്തിന് എണ്ണ എടുക്കാൻ പറയുന്നത്. ഞാൻ തിരിച്ചെത്താം. ഞാൻ ശങ്കുട്ടിദാസിലേക്ക്. ശങ്കുട്ടിദാസ്, BJP-ക്കെതിരെ ഉയർന്ന ആരോപണത്തിന് നിങ്ങൾ ഈ ബദൽ സംഗമം നടത്തി വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നു, ഇവിടെ നന്നായി ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. കോടതിയുടെ വിമർശനം വേറെ, അയ്യപ്പ സംഗമത്തെ താറടിക്കാനുള്ള ശ്രമം വേറെ. ശങ്കുട്ടിദാസ്, അങ്ങേക്ക് മറുപടി നൽകാം. യെസ്, നോക്കൂ, ഇന്നത്തെ ദിവസം നമ്മൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ച സമയം കളയണമെന്നുള്ളതാണ് ഇടത് പ്രതിനിധിയുടെ ആഗ്രഹം. കാരണം ഇവിടെ ശബരിമലയിലെ സ്വർണ്ണ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഇൻവെന്ററി എടുക്കേണ്ടതുണ്ട്. 99 മുതലുള്ള
കണക്കെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ച സമയത്ത് ഒരു പെട്ടിയിൽ സ്വർണ്ണാഭരണങ്ങളും ഒരു ചാക്കിൽ നിറച്ച പോലെ സ്വർണ്ണ നാണയങ്ങളും ഒരു കണക്കുമില്ലാതെ രജിസ്റ്ററിൽ പോലും രേഖപ്പെടുത്താതെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടതിൻ്റെ ഞെട്ടലിൽ ആശങ്കയിൽ കോടതിയിൽ ഉത്തരവിട്ടിട്ടുള്ള ദിവസമാണ് ഇന്ന് ദിവസം. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കരുത്. മറ്റേ ജി സുധാകരൻ്റെ കാര്യമോ സ്റ്റാലിൻ്റെ കാര്യമോ ചെങ്കോട്ടോണം സ്വാമിയുടെ കാര്യമോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന BJP ആണോ കോൺഗ്രസ് ആണോ ഒരുക്കിയത് എന്നതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉന്നയിക്കുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിഫൻസാണ്. ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിഫൻസിൻ്റെ പല ലെവലുകളിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള നുണകൾ അടുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ മാത്രം ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവിടെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വളരെ ഭംഗിയായിട്ട് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന സമയത്ത് അതിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളൊരു ആരോപണം ഉന്നയിച്ചു. അവസാനം എന്താണ്, അന്വേഷണം വന്നപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് കിട്ടി എന്നാണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതീതി. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ഈ കേസിലെ പരാതിക്കാരൻ. ഈ കേസിൻ്റെ വിധിന്യായം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിലെ 7th റെസ്പോണ്ടൻ്റാണ്, 7ാമത്തെ പ്രതിയാണ്, 7ാമത്തെ എതിർകക്ഷിയാണ്. ഈ സ്വർണം എന്താണ് റീപ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഇവിടെ കോടതി ഈ കാര്യത്തിലേക്ക് വരുന്ന സന്ദർഭം എന്താണ്, ഇവിടെ കോടതിയുടെ അനുമതി ഇല്ലാതെ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മരാമത്ത് പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ക്രമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് കോടതി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ രേഖകൾ വിളിച്ചു വരുത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത് പുറത്തു വന്നത്. അല്ലാണ്ട് അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റീനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇതിപ്പോൾ ഒരു അടിയന്തര പ്രശ്നമായിട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ്, രാഷ്ട്രീയ പ്രശ്നം എന്നാണ് പറയുന്നത്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കൊണ്ടുപോയത് 2019 ജൂലൈയിലാണ്. അതായത് 6 വർഷം മുൻപാണ്. ഇത്രയും കാലവും ആ പീഠങ്ങൾ മടക്കി കിട്ടിയിട്ടില്ല. ഇത് കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അന്ന് 2 പീഠങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അത് ഒരുപക്ഷെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസമായിട്ട് 2 സ്ട്രോങ് റൂമുകൾ, ശബരിമലയിലുള്ള സ്ട്രോങ് റൂമും അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഉള്ള സ്ട്രോങ് റൂമും 10 ദിവസം പരിശോധിച്ചു. ഇത് കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമായപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു സ്വർണ്ണ പ്ലേറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ദേവസ്വംകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജിലൻസുകാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്തോളൂ എന്ന് പറയുകയും ചെയ്യുന്നത്. ഇത് ആരാണ് ഈ പറയുന്ന ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ഇത് യഥാർത്ഥ സ്വർണ്ണ പാളികൾ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രതീതി എന്താ, ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, പോയ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അത് പീഠം കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി സ്വർണ്ണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ഇനി ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിലത്തെ വസ്തുത. സ്വർണം 4.5 കിലോ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഇപ്പോഴും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ പീഠം എന്ന് പറയുന്നത് 4.5 കിലോ സ്വർണ്ണം അല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. ആദ്യത്തെ ദിവസം 25.5 കിലോ 25.400 ഗ്രാം വരുന്ന സ്വർണ്ണ പാളികൾ കൊടുക്കുന്നു. രണ്ടാമത്തെ ദിവസം 2 പീഠങ്ങൾ കൊടുക്കുന്നു. പീഠത്തിന്റെ തൂക്കം എത്രയാ, 17 കിലോ 400 ഗ്രാം. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് മൊത്തം 42 കിലോ 800 ഗ്രാം. ഇത് ചെന്നൈയിൽ പോയി അളക്കുന്ന സമയത്താണ് 35 കിലോ 800 ഗ്രാമായി മാറുന്നത്. അവിടെയാണ് 5 കിലോന്റെ വ്യത്യാസം ഉണ്ടാവുന്നത്. ഈ 2 പീഠങ്ങൾ മടക്കി കിട്ടിക്കഴിഞ്ഞാൽ 17.5 കിലോളം സ്വർണം അല്ലെങ്കിൽ 17.5 കിലോളം ഐറ്റം വരും. ഈ പീഠം അന്നത്തെ സമയത്ത് തൂക്കിയിട്ടേ ഇല്ല. പീഠം ഇല്ലാത്തതുകൊണ്ടല്ല 4.5 കിലോന്റെ വ്യത്യാസം വന്നത്. പീഠം ഉൾപ്പെടെ ചെന്നൈയിൽ വെച്ച് തൂക്കി സമയത്താണ് 4.5 കിലോന്റെ വ്യത്യാസം വന്നത്. ആ 4.5 കിലോ എവിടെയാണെന്നുള്ള കാര്യം ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം, ഈ 4.5 കിലോ സ്വർണം ആവിയായി പോയോ? അതിന് ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് ഏത് സമയത്താണ് സംഭവിക്കുന്നത്? 2019 സംഭവിക്കുന്നത്. 2019 ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന ആരാണ്? M. പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത് ആരാണ്? ഈ ദേവസ്വം ബോർഡല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിക്ക് സ്വന്തം നിലയിൽ മരാമത്ത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്? അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, ആരുടെ ആളാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. ഈ ചർച്ചയിൽ ഈ PK ഗോപൻ പറയുന്നൊരു വാദം ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. അതായത് ആരാണോ ഇത്രയും കാലം ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വെച്ചിരുന്നത്, ഇവർക്ക് കുടുങ്ങും എന്നൊരു ചിന്ത ഉണ്ടായപ്പോൾ ഇവരിത് പെട്ടതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സഹോദരിക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആരാണ് ഈ 6 കൊല്ലമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കയ്യിൽ വെച്ചിരുന്നത്? ഈ 6 കൊല്ലമായിട്ടും ഈ സ്വർണ്ണപീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ദേവസ്വം എന്തുകൊണ്ടൊരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല? ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം രേഖകളിൽ എന്തുകൊണ്ട് ഈ പീഠവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ
ചോദിക്കുന്നില്ല? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കാണണമെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സെപ്റ്റംബർ 17 വിധിയിലെ 2-3 ഭാഗങ്ങൾ, ഞാൻ വല്ലാത്ത സമയം എടുക്കില്ല, ഞാൻ ഓരോ വാചകങ്ങൾ മാത്രം ഓരോ പാരഗ്രാഫിൽ ഈ വിധി മുഴുവൻ വായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആളുകൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എത്ര ഗ്രേവ് ആയിട്ടുള്ള, എത്ര ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ് മാത്രം. 4ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ കോടതി പറയുന്നു, ഇവിടെ പറഞ്ഞല്ലോ വീഡിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടാണ് പാളികൾ നീക്കം ചെയ്തത്. 4ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിൽ കോടതി പറയുന്നു, ദ പ്രസൻസ് ഓഫ് ദ വിജിലൻസ് അതോറിറ്റീസ് were not secured at the time of removal of gold cladded plates. അതായത് ഈ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യുന്ന സമയത്ത് വിജിലൻസിന്റെ ഒരാൾ പോലും അവിടെ ഹാജരായിരുന്നില്ല. 5ാമത്തെ പാരഗ്രാഫിന്റെ അവസാനം, ദ റെക്കോർഡ്സ് ഡു നോട്ട് റിവീൽ ദാറ്റ് എനി ദേവസ്വം ഒഫീഷ്യൽസ് accompanied the 7th respondent on his journey to the premises of the 8th respondent. അതായത് ഈ സ്വർണ്ണാഭരണങ്ങൾ, ഈ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഇവരെ അനുഗമിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ 7ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നു, ദർ ഇസ് എൻ അലാമിംഗ് ഡിസ്ക്രിപ്പൻസി ഡിമാൻഡിംഗ് എ ഡീറ്റെയിൽഡ് എൻക്വയറി. ദർ ഈസ് ഓൾസോ എ പോസിബിലിറ്റി ദാറ്റ് ദ ഐറ്റംസ് എൻട്രസ്റ്റഡ് ബൈ ദ 7th respondent were another set of copper plates. അതായത് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള കോപ്പർ പ്ലേറ്റ്സ് തന്നെയാണ് ചെന്നൈയിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇത് മറ്റൊരു സെറ്റ് ഓഫ് കോപ്പർ പ്ലേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനി 9ാമത്തെ പാരഗ്രാഫിൽ ഏറ്റവും ഗൗരവമുള്ള പരാമർശം, ഇതിൽ പി.കെ. ഗോപൻ മറുപടി പറയണം. അവിടെ പറയുന്നു, ദ മഹസർ ഡേറ്റഡ് 11/9/2019 പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഡോക്യുമെന്റിംഗ് ദ റീഫിക്സിംഗ് ഓഫ് ദ ദ്വാരപാലകാസ് ആൻഡ് പീഡംസ് എന്ന സോപാനം മേക്ക് ഈവൻ മോർ ഷോക്കിംഗ് റീഡിംഗ്. അസ്റ്റൗണ്ടിംഗ്ലി ദ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് റീഫിക്സ്ഡ് were not recorded at all. It is an elementary and prudent procedure when such precious gold cladded articles entrusted with precise weight specifications are removed for plate. അതായത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇത് തൂക്കി നോക്കിയിട്ട് പോലും ഇല്ല. ഇവിടുന്ന് കൊണ്ടുപോയത് 42.5 കിലോ. ശ്രീ ഗോപൻ അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതിനുശേഷം ഞാൻ ശ്രീ ശിവകുമാറിലേക്കും ഷാജിലേക്കും എത്താൻ. ഡോക്ടർ പി.കെ. ഗോപൻ ഒന്ന് ചുരുക്കി മറുപടി പറയണം, ബാക്കി 2 പേരിലേക്ക് കൂടി പോകാനുള്ളത് കൊണ്ടാണ്. പറഞ്ഞോളൂ. ഞാൻ ചുരുക്കി തന്നെ പറയാം. ഒന്നാമത്, ഞാൻ ഉന്നയിച്ച വളരെ ഗൗരവതരമായ പ്രശ്നത്തിന് BJPയുടെ ബഹുമാന്യനായ പ്രതിനിധിക്ക് മറുപടിയില്ല. അദ്ദേഹം അതേ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന് സമ്മതിച്ചു. അതുപോലെ തന്നെ അവിടെ 2 പേരെ കൊണ്ടുവന്ന് ആക്ഷേപം ഉന്നയിച്ചത് ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ച സ്ഥിതിക്ക് അതിന് അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത സ്ഥിതിക്ക് മറ്റേതിലേക്ക് ഞാൻ വരാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രീമതി സ്മൃതി ഈ സ്വർണം അവിടുന്ന് കൊണ്ടുപോകുന്നത് ഏത് വർഷമാണ്? 2019 കൊണ്ടുപോകുന്നത്. 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് നടവഴിപാടായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 2025 ഇത് ഈ 8ാം മാസം, അതായത് സെപ്റ്റംബറിലാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്. സെപ്റ്റംബറിലാണ് ഇത് കൊണ്ടുപോകുന്നത്. 7ാം തീയതി ഇത് ഇളക്കി 8ാം തീയതി കൊണ്ടുപോകുന്നു. 2019 ഇദ്ദേഹം ഇതവിടെ സമർപ്പിച്ചത്. വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് 2019. ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നത് 2020. അല്ല അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇടപെട്ടതേ ഇല്ല. അന്ന് പറഞ്ഞ വാസ്തവവിരുദ്ധമാണ്. 2025 ഈ പീഠത്തിന്റെ പ്രശ്നം ഉയർന്നു വരുന്നത്. അപ്പൊ 2025 ഇത് വീഡിയോഗ്രാഫും മഹസറും തയ്യാറാക്കി ഇതിന്റെ മുഴുവൻ ലിസ്റ്റും എടുത്ത് ഗാർഡിന്റെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദേവസ്വം കമ്മീഷണറെ അറിയിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പീഠത്തിന്റെ പ്രശ്നം, ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ഇവർ പ്രതിയാക്കുന്നില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊടുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധികളും നിഷ്പക്ഷരും എന്ന് പറയുന്നവരും BJPയുടെ പ്രതിനിധികളും ഇതിനകത്ത് വ്യാജ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയല്ല. അതാണ് എന്റെ സംശയം. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കക്ഷിയല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങൾക്ക് തോന്നിയല്ലോ ഞങ്ങളത് പറയുകയും ചെയ്തല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് അത് അറിയില്ല, അത് പരിശോധിക്കേണ്ടതുണ്ട്, അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് സ്പോൺസർ പറഞ്ഞതിനെ വളരെ മയത്തിലാണ് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പോലും സ്മൃതി, ആദ്യത്തെ ഒരു കാഴ്ചയിൽ ഇത് സ്പോൺസർ ചെയ്ത ആള് ഇങ്ങനൊരു അപകടം കാണിക്കും എന്ന് ആരെങ്കിലും കരുതുവോ? സ്പോൺസർ ചെയ്ത ആള് താൻ തന്നെ നടക്കി വെക്കുന്നു, താൻ തന്നെ അത് എടുക്കുന്നു, താൻ തന്നെ ഒളിച്ചു വെക്കുന്നു. ആരെങ്കിലും ചിന്തിക്കുമോ സ്മൃതി? സാധാരണഗതിയിൽ അയ്യപ്പ വിശ്വാസികളെന്ന് കരുതുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നോ? അപ്പോൾ സ്പോൺസർക്ക് ഇതിലെന്താണ്? പിന്നെ കേട്ടൊരു വാർത്ത, അത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, ഇത് കൊണ്ടുപോയി പൂജ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കുന്ന വേറൊരു വാർത്ത. അതിനുവേണ്ടി ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഇതിനെ കൈവശം വെച്ചിരുന്ന ആൾ ഇത് കൊണ്ടുവന്ന് അയാൾക്ക് ഉൾക്കരുത്തില്ലാത്തത് കൊണ്ട് അയാൾ ഇത് വെപ്രാളപ്പെട്ടിട്ട്, അങ്ങനെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, അയാൾക്കൊരു വെപ്രാളം തോന്നി തിരിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് മാറേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച അതിൽ നിങ്ങൾ തയ്യാറല്ല. കാരണം പൊളിറ്റിക്സാണ് വേണ്ടുന്നത്. പൊളിറ്റിക്സിൽ LDF-നെ ഗവൺമെന്റ് താറുമാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പീഠം എന്നൊക്കെ പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ശ്രീമതി സ്മൃതി, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ കാവൽക്കാരായി ഇരിക്കുന്നവരാ ദ്വാരപാലകർ. ഇത് 10,000 വർഷത്തെ പഴക്കമുള്ള സങ്കല്പമാണിത്. കാരണം ഇത് ഹിന്ദു സങ്കല്പം മാത്രമല്ല, ജൈന ബുദ്ധ മത സങ്കല്പത്തിലെല്ലാം 2500 BC വരെ ഇതിൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്, ദ്വാരപാലക വിഗ്രഹങ്ങൾ. ഇത് വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് മനുഷ്യരൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി റിയലിസ്റ്റിക് അല്ലാത്ത രൂപങ്ങൾ കൊത്തിവെച്ച് ദൈവത്തിൻ്റെ വാതിലുകളിൽ പ്രതിഷ്ഠിക്കുന്നതാണ് ദ്വാരപാലകർ. ആ ദ്വാരപാലകരെ സ്ഥാപിച്ചിരുന്ന പീഠം എടുത്തിട്ട് ഒളിച്ചു വെക്കാനും കൊണ്ടുപോകാനും ഒക്കെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അറിയപ്പെടുന്നവർ തയ്യാറാവുകയും അവരെ വെള്ളപൂശുകയും അവർക്കെതിരായിട്ട് ഒരക്ഷരം ഇണ്ടാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചർച്ച എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ ചർച്ച എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അതിന് ഉത്തരവാദി ഇത് ആരൊക്കെ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്നുള്ളത് അത് അല്ല. പിന്നെ അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് നിങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് നിങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ. ചോദിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന ചോദ്യമല്ലേ ആദ്യം ചോദിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തത് ആരാ? അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ശരി, ശ്രീ ശ്രീകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അഭിപ്രായമോ ദേവസ്വം ബോർഡിനെതിരെ മോശം അഭിപ്രായം അങ്ങനെയാണോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഇവിടെ ഡോക്ടർ ഗോപൻ CPM പ്രതിനിധിയല്ലേ? ഇന്ന് CPM-ന്റെ നേതാവായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞൊരു കാര്യം നോക്കുക. ഈ കാര്യം ഇങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചാനലിനോട് പറഞ്ഞത് അത് ഒരാൾ കൈവശം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്താ പ്രയോജനം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ അല്ല പത്മകുമാർ പറയുന്നത്. അപ്പോൾ പത്മകുമാർ പറയുന്നതൊന്ന് കേൾക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ, സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയം കടന്നിട്ടുണ്ട് UDF-ന് അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ ആ ഭയം വന്നപ്പോഴാണ് ഞാൻ വളരെ പ്രസക്തമായ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം എന്തുകൊണ്ട് അവതരിപ്പിച്ചതെന്നുള്ള ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം അതിൽ കുടുങ്ങും ഗവൺമെൻറ്, കണക്ക് പറയേണ്ടി വരും. മറ്റത് കണക്കൊന്നും പറയണ്ടല്ലോ, ഇതിൽ കണക്ക് പറയേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ 18 ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് 18 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഇല്ലേ? എത്ര ദിവസമായി ഇപ്പം? എന്നിട്ട് അതിൽ ഇതൊക്കെ വരണമല്ലോ, ഈ സ്വർണത്തിൻ്റെ കാര്യവും എല്ലാത്തിലും വരണമല്ലോ. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടെ? ശബരിമല വലിയ വിഷയമാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ ഭക്തിയൊക്കെ ഇപ്പോൾ ഉണ്ടായല്ലോ CPM-ന്. ശബരിമല വലിയൊരു വിഷയമല്ലേ? മുഖ്യമന്ത്രിക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്നതാണ് ശബരിമലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അദ്ദേഹം വായ തുറക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞാൽ അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്നാ. ശബരിമലയിൽ CCTV ഉണ്ട്, അതല്ല ചോദിച്ചത് കോടതി. ഇതിൽ കണക്കുണ്ടോ, രജിസ്റ്റർ ഉണ്ടോ? ഈ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദേവസ്വം ഭാരവാഹി അത് പറയുന്നത് കേട്ട് എനിക്ക് അറിയില്ല, ചാനൽ ഞാൻ കേട്ടതാണ്. ഞങ്ങളുടെ വിജിലൻസ് എന്ന് പറഞ്ഞു. ദേവസ്വത്തിന് വിജിലൻസ് ഇല്ലല്ലോ, വിജിലൻസ് ഉള്ളത് ഗവൺമെന്റിനല്ലേ. അപ്പോൾ അതുപോലെ ഇവർക്ക് അറിയാൻ വയ്യ, ഇവർ പറലക്കും. അപ്പം ഞാൻ പറയുന്നത് ശ്രീ പത്മകുമാർ പറഞ്ഞ കാര്യമായിട്ട് ആ ചാനൽ എടുത്തിട്ടൊന്ന് നോക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ 18 പേരെ 18ന്റെ കണക്കൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ആലോചിച്ച് വരുമ്പോൾ 18ാം പടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ 18 പേരെ നിയോഗിച്ചതൊക്കെ ഒരു സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം CPM-ന് ഇങ്ങനെ ഭക്തി കൂടി വരികയല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഇവരുടെ ഈ കള്ളക്കണക്ക് കുടിക്കും. സംശയം വേണ്ട ആ കാര്യത്തിൽ. ശബരിമല വിഷയത്തിൽ നിങ്ങളെ പിടിച്ചു നിൽക്കാൻ പാടില്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇനിയിപ്പോൾ ഏതായാലും ഈ വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഈ സ്വർണമൊക്കെ കണക്കെടുക്കണം. ആ കണക്കെടുപ്പ് ഇനി രഹസ്യമാക്കി വെക്കാൻ പറ്റില്ലല്ലോ. കണക്കെടുത്ത ശേഷം കോടതിയുടെ മുന്നിൽ അത് ബോധിപ്പിക്കണം. കണക്കെടുക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അത് കൊടുക്കേണ്ടതില്ല, അതായത് പരിശോധനയുടെ വിവരങ്ങൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് കോടതി പറയുമ്പോൾ അവിശ്വാസം രേഖപ്പെടുത്തുകയല്ലേ? തീർച്ചയായിട്ടും, കാരണം ഇതൊരു നല്ല ശുദ്ധീകരണത്തിനുള്ളൊരു സമയമാണ്. പക്ഷെ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ പോറ്റിയുടെ ഉത്തരവാദിത്വം അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, സർക്കാരിന്റെ അന്വേഷണ സംവിധാനമാണ് തീരുമാനിക്കേണ്ടത്. പകരം കുറ്റം ചെയ്തിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയാൻ സർക്കാരിനും ഭരണകക്ഷിക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അത് മറച്ചു വെച്ചിട്ട് മറ്റുള്ള ആളുകളുടെ മുകളിൽ പരിഹസിക്കാനും മറ്റുള്ള ആളുകളെ നിഷ്പക്ഷം വിളിക്കാനും ഇതിനകത്തൊന്നും കാര്യമില്ല. ഇതിനകത്ത് അടിസ്ഥാനപരമായ കാര്യം സുതാര്യത ഉറപ്പുവരുത്തുക, അഴിമതിയില്ലാതാക്കുക, ക്രമബന്ധിതമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടെത്തുക, ഉത്തരവാദികളായ ആളുകളെ
സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവേണ്ടത്. അതിന്റെ ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ളത്. അത് വരാതെ അല്ലാത്ത തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ച് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നടത്തിയാലും ഇതിൽ പിടിക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഗ്യാരണ്ടിയാ. ശരി ശരി, നമുക്ക് നോക്കാം. വളരെ നന്ദി. വളരെ ഗവൺമെന്റ് ഗ്യാരണ്ടിയാ സാർ. അഴിമതി ആര് നടത്തിയിട്ടുള്ള ശരി, അത് പിടിക്കട്ടെ, വേഗം പിടിക്കട്ടെ. വളരെ നന്ദി ഡോക്ടർ പി കെ ഗോപൻ, എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കെ ഷാജി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.